നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് വടകര MP ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. MP ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടി ഇല്ലെന്നാരോപിച്ചാണ് നീക്കം. വിഷയത്തിൽ ഷാഫി പറമ്പിൽ MP സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണെന്നുൾപ്പെടെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും നടപടി ഇല്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. സർവീസിൽ നിന്ന് പുറത്താക്കിയ ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനാണ് തന്നെ ആക്രമിച്ചത് എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ആരോപണം. വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഷാഫിയുടെ പ്രതികരണം. വിഷയത്തിൽ DGPക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തെളിവുകളോടെ പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ ആരോപിച്ചിരുന്നു. അതിനിടെ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് അറിയിച്ചു. ആരോപണം ഉന്നയിച്ച MPക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കില്ല. അഭിലാഷാണ് തന്നെ മർദ്ദിച്ചത് എന്ന ഷാഫിയുടെ ആരോപണം ഉപയോഗിച്ച് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു. ഈ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുക എന്നാണ് അഭിലാഷിന്റെ നിലപാട്. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ഷാഫി പറമ്പിൽ MLA രംഗത്തു വന്നത്. ഇതിനെതിരെ കൃത്യമായി കോടതിയിൽ പോയി നീതി നേടാൻ തന്നെയാണ് ഷാഫിയുടെ നീക്കം. പോലീസ് ആസൂത്രിത ആക്രമണം നടത്തുകയായിരുന്നു. സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. സംഘർഷത്തിനിടെ തന്നെ മർദ്ദിച്ചത് CI ആയ അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇയാൾ CPMന്റെ ഗുണ്ടയാണ് എന്നും കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ ആരോപിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഗുണ്ടാ മാഫിയ ബന്ധത്തെ തുടർന്ന് സേനയിൽ നിന്നും പുറത്താക്കിയതായി സർക്കാർ അറിയിച്ച വ്യക്തിയാണ് അഭിലാഷ്. 2023 ജനുവരി 16 ഇയാളെ സസ്പെൻഡ് ചെയ്തത്. 19 ഇയാളെ പോലീസ് സേനയിൽ നിന്നും പുറത്താക്കിയെന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. എന്നാൽ ഇയാൾ നിലവിൽ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറാണ്. എന്നാൽ പോലീസ് സൈറ്റിൽ ഇയാളെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ ഇല്ല. വഞ്ചിയൂർ ഓഫീസിലെ നിത്യസന്ദർശകനാണ് അഭിലാഷ്. ഡേവിഡ് എന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. പേരാമ്പ്ര സംഘർഷത്തിൽ ആരോപണ വിധേയരായ DYSPമാർക്ക് സ്ഥലമാറ്റം ഉണ്ടായി. പേരാമ്പ്ര DYSP സുനിൽകുമാർ, വടകര DYSP R ഹരിപ്രസാദ് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. സുനിൽകുമാറിനെ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത്. ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയും സ്ഥലം മാറ്റി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 23 DYSPമാരെ സ്ഥലം മാറ്റിയ കൂട്ടത്തിലാണ് ഇവരും ഉൾപ്പെട്ടത്. അച്ചടക്ക നടപടിയില്ലെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസുകാരെ 5 ദിവസത്തിനകം കണ്ടെത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്കാണ് പോകുന്നതെന്ന് കോൺഗ്രസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരു DYSPമാർക്കുമെതിരെ കോൺഗ്രസ് ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തു.